ഭഗവാൻ ശിവശങ്കരനെ അറിയുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, വലിയ പ്രയാസമാണ്. അതിന് നമ്മുടെ ഈ നാട്ടിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു കഥയുണ്ട്. ഇന്ന് വരെ ആരും കണ്ടുപിടിക്കാത്തൊരു കാര്യമാണ് ചിദംബര രഹസ്യം. ചിദംബരം ക്ഷേത്രത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. ചിദംബരം ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. അതിലൊന്നാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ജാതി എന്ന് പറയുന്ന ഒരു നീരാളിപ്പിടുത്തത്തിലാണ്. ജാതി സമ്പ്രദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജാതി എങ്ങനെയാണ് വരുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം എന്ന് പറഞ്ഞാൽ ജന്മമാണ്. ജന്മം എവിടെ നിന്ന് ജനിക്കുന്നു, എങ്ങനെ ജനിക്കും, അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. 8 വിധത്തിലാണ് ഇവിടെ ഈ ഭൂമിയിൽ ജന്മം ഉണ്ടാകുന്നത്. ഒന്നാമത്തത് ജരായുജം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് ഉണ്ടാകുന്നത്. അടുത്തത് അണ്ടജം, മുട്ട പൊട്ടി ഉണ്ടാകുന്നത്. പിന്നീട് സ്വേദജം, വിയർപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്നത്. പിന്നെ പൊട്ടിമുളച്ച് ഉണ്ടാകുന്നത് നമ്മുടെ ഈറ്റ, മുള, കരിമ്പ്, ഇങ്ങനെ. അപ്പോൾ ജന്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രീതിയായിരിക്കും. അടുത്തതാണ് ജാതി. ജാതി എന്ന് പറഞ്ഞാൽ ജന്മത്തിൽ നിന്ന് ഉടലെടുക്കുന്നത്. ഇപ്പോൾ പ്രസവിച്ചുണ്ടാകുന്നത് അതാണ് ജരായുജം. ജരായുജത്തിൽ നിന്ന് അനവധി ജന്മങ്ങളുണ്ട്. മനുഷ്യനുണ്ട്, പിന്നെ മൃഗങ്ങളുണ്ട്, അങ്ങനെ ധാരാളം. അപ്പോൾ ജാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് മാത്രമേ പറയാവൂ. മനുഷ്യൻ അല്ലാതെ ഒരു ജാതിയില്ല. ജന്മത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യജാതി. മനസ്സിലായി? അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ ജാതി 2ആയിട്ട് മാറും. ഒന്ന് ആണ്, അടുത്തത് പെൺ. ആണും പെണ്ണും. അപ്പൊ ജാതി മനുഷ്യനാണ്, പക്ഷെ അതിൽ ആണും പെണ്ണുമായിട്ട് 2 വ്യക്തികളാണ് രൂപപ്പെടുന്നത്. അപ്പോൾ വ്യക്തികൾക്കുള്ള പ്രത്യേകത എന്താണ്? അതല്ല ഇത് എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അത് പുരുഷനല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തൊക്കെ വേഷം മാറിയാലും സ്ത്രീ സ്ത്രീയും പുരുഷൻ പുരുഷനുമായിരിക്കും. അതാണ് വ്യക്തിത്വം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾക്ക് എന്ത് ചെയ്യും? സന്തതി പരമ്പരയുണ്ട്. സന്തതികൾ ഉണ്ടാകത്തില്ല, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആൾക്കാർ വരും. ഒരാൾക്ക് സംഗീതമാണ് ഇഷ്ടം, മറ്റൊരാൾ കാണുന്നുണ്ടെങ്കിൽ ആയുർവേദമാണ് ഇഷ്ടം, വേറൊരാൾക്ക് കളരിപ്പയറ്റാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ പല ഇഷ്ടക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു അമ്മയ്ക്കും അച്ഛനും ജനിക്കും. അങ്ങനെ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരുപാട് അച്ഛനമ്മമാർക്ക് ജനിക്കുമ്പോൾ ഒരേ സ്വഭാവക്കാർ വരും. സംഗീതം ഇഷ്ടപ്പെട്ടവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാകും. ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലേ, സംഗീതം കൈകാര്യം ചെയ്യുന്നവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാകും. കണ്ടോ? ഇനി നെയ്ത്തുകാർ, അവരൊരു ഗ്രൂപ്പായിരിക്കും. അധ്യാപകർ, അവർ മറ്റൊരു ഗ്രൂപ്പായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിയും മനുഷ്യർ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, അവരുടെ അഭിരുചികൾ അതിനടിസ്ഥാനമായിട്ട് അങ്ങനെ മനുഷ്യർ കൂട്ടം കൂടുമ്പോൾ എന്തുണ്ടാവും? ഒരേ രീതിയിലുള്ള ഒരേ മനസ്സുള്ള ആൾക്കാർ കൂട്ടം ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് സമുദായം. ഉണ്ടാവും സമുദായം.
ഒരു മനസ്സുള്ളവർ, ഒരു പ്രവൃത്തിയുള്ളവർ, ഒരു ചിന്തയുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ സമുദായമുണ്ടാവും. സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? വീണ്ടും വീണ്ടും പൊട്ടിമുളയ്ക്കും, പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കും. ഒരു സമുദായം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊട്ടിമുളച്ച് മറ്റ് അനവധി സമുദായങ്ങളുണ്ടാവും. അങ്ങനെ പൊട്ടിമുളയ്ക്കുന്നത് കൊണ്ട് പറയുന്ന പേരാണ് വംശം. സൂര്യവംശം, ചന്ദ്രവംശം, ഇങ്ങനെ പറയുന്നത് ഇതാണ്. ഇനി അടുത്തതാണ് കുലം. കുലവും ഇത് തന്നെ, ഒരേ രീതിയിലുള്ള ഒരേ മനസ്സുള്ള ആൾക്കാർ. അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഘടന. അപ്പൊ ഇന്ന് നമ്മൾ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തെയാണ് പറയുന്നത്. പക്ഷെ ശരിക്കും എന്താണ്? മനുഷ്യനാണ് ജാതി. പക്ഷിയാണെങ്കിൽ പക്ഷിയായിരിക്കും ജാതി, മൃഗമാണെങ്കിൽ മൃഗമായിരിക്കും ജാതി, വൃക്ഷങ്ങളാണെങ്കിൽ വൃക്ഷമായിരിക്കും ജാതി, പ്ലാവ്, മാവ്, തെങ്ങ്, ഉണ്ടല്ലേ? അതാണ് ജാതി. മനസ്സിലായി? നമ്മളിപ്പോൾ പറയുന്നത് ഈ ആൾക്കാരെ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സമുദായത്തെയാണ്, അല്ലെങ്കിൽ വംശത്തെയാണ് നമ്മൾ പറയുന്നത് ജാതി എന്ന് പറയുന്നത്. പക്ഷേ ഒരു 4000 വർഷം മുമ്പ് നമ്മൾ ഈ ഇരിക്കുന്ന തമിഴർ, ഇത് കോടാനുകോടി വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഈ പള്ളിമന്ദേശം നമ്മുടെ പൂർവികരും അവരെ പൂർവികരും അങ്ങനെ കോടാനുകോടി വർഷങ്ങളായിട്ട് ഇവിടെ മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 10,000-4000 വർഷം നമ്മൾ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ തെക്കേ ഇന്ത്യക്ക് ഒരു പേരുണ്ട്, കരുനാട്. കരുനാടകം എന്ന് വെച്ചാൽ അന്നത്തെ മനുഷ്യരുടെ നിറം കറുപ്പായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇളം കറുപ്പും കടും കറുപ്പുമുള്ള വർണ്ണമുള്ള ആൾക്കാരാണ് ഈ തെക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് കരുനാടകം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ സംഗീതമുണ്ട്, അവിടെ ഉണ്ടായ സാഹിത്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ കർണാടക സംഗീതം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോ അവിടെ എങ്ങനെയാണ്? തൊഴിലാണ് പ്രധാനം. തൊഴിൽ ഓരോ തൊഴിൽ ചെയ്യുന്നവർ ഓരോ ഗ്രൂപ്പാവും. അധ്യാപനം ചെയ്യുന്നവർ ഒരു ഗ്രൂപ്പ്, പൂജ ചെയ്യുന്നവർ മറ്റൊരു ഗ്രൂപ്പ്. ഇനി ഈ അധ്യാപനമൊക്കെ വിട്ട് വലിയ മുനികളായിട്ട് ഈ ലോകത്തെ തന്നെ, ലോകം ഒക്കെ ഒന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിച്ച് മൗനമായിരുന്നു കൊണ്ട് നമുക്ക് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു തരുന്ന ആൾക്കാരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് അന്തണർ. അന്തണർ എന്ന വാക്കിന്റെ അർത്ഥം മുനികൾ എന്നാണ്. അന്തണർ പറഞ്ഞാൽ നമ്മൾ വെളുത്ത ബ്രാഹ്മണരും കറുത്ത ബ്രാഹ്മണരും ഉണ്ട്. അതിൽ വെളുത്ത ബ്രാഹ്മണരെ അല്ല അന്തണർ എന്ന് പറയുന്നത്, കറുത്ത മനുഷ്യരിൽ ഏറ്റവും ഉയർന്ന മുനികളെയാണ് പറയുന്നത്. നമ്മുടെ കന്യാകുമാരി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രതിമ നിൽപ്പുണ്ട്. ആരുടെയാണെന്നറിയോ? തിരുവള്ളുവർ. തിരുവള്ളുവര് അന്തണനാണ്. അദ്ദേഹം വെളുത്ത മനുഷ്യനല്ല, അദ്ദേഹം കറുത്ത മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ മഹാഗ്രന്ഥമാണ് തിരുക്കുറൾ. ആ തിരുക്കുറൾ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി അദ്ദേഹം അറിയുന്നത് ബർണാഡ് ഷായിൽ നിന്നാണ്. ഈ തിരുക്കുറളിന്റെ ഒരു കുറൾ എടുത്തിട്ട് അദ്ദേഹം ഒരു മാഗസിനിൽ ഇറക്കി. അന്ന് ഗാന്ധി, മഹാത്മാഗാന്ധി അന്ന് ആഫ്രിക്കയിൽ വക്കീലായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം ഈ ബർണാഡ് ഷായുടെ ഈ ലേഖനം കണ്ടു. അത് കണ്ടപ്പോൾ ഇദ്ദേഹം അന്തം വിട്ടുപോയി. ഭഗവത്ഗീത അറിയാം, ഭാഗവതം അറിയാം, ഹിന്ദു പുരാണങ്ങളെല്ലാം അറിയാം, ബൈബിൾ അറിയാം, ഖുർആൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ഇതാ വന്നിരിക്കുന്നു. അദ്ദേഹം ബർണാഡ് ഷായ്ക്ക് ഉടനെ എഴുതി, അങ്ങേ ഞാൻ എൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചൊരു കത്തെഴുതി, ഇത് എൻ്റെ സ്വന്തമല്ല, നിങ്ങളുടെ നാട്ടില് തെക്കേ ഇന്ത്യയില് തിരുവള്ളുവർ എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരുക്കുറൾ എന്ന് പറയുന്ന ആ കൃതിയിൽ നിന്നും എടുത്ത ഒറ്റ കുറളാണ് ഞാനെടുത്ത് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തം 10,000 കുറളുള്ള ആ ഗ്രന്ഥം വായിച്ചാലത്തെ സ്ഥിതി എന്താവും? ഗാന്ധിക്ക് തന്നെ അതിശയം തോന്നി, ഇങ്ങനൊരു ഗ്രന്ഥം ഇവിടെ ഉണ്ടോ? അതായത് നമ്മളെ വാമനൻ 3 അടി കൊണ്ടാണ്
നമ്മുടെ ത്രിലോകങ്ങളെയും അളന്നത്. തിരുവനന്തപുരം എന്ത് ചെയ്യുമെന്നറിയാമോ? 1.25 അടി കൊണ്ട് അളന്നു. 1.25 അടി കൊണ്ട് ഈ ഭുവനങ്ങൾ അത്രയും അളന്നു തിരുവനന്തപുരം. ഒന്ന് വായിക്കണം കേട്ടോ ഈ ഗ്രന്ഥം. ഞാനിത് ഒരു ഗുരുനാഥനിൽ നിന്ന് കൃത്യമായി പഠിച്ചതാണ്. അദ്ദേഹം നമ്മുടെ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഇതിനുള്ള താല്പര്യമൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇത് പഠിക്കണം, തിരുക്കുറൾ പഠിക്കണം, തിരുവാചകം പഠിക്കണം, തിരുമന്ത്രം പഠിക്കണം, എല്ലാ ഗ്രന്ഥവും, തൊൽക്കാപ്യം പഠിക്കണം, പതിറ്റുപ്പത്ത്, പുറനാനൂറ്, അകനാനൂറ്, ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഇതിന് പറഞ്ഞു. അപ്പം അതിൽ ഈ തിരുവള്ളുവറിൻ്റെ തിരുക്കുറൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഒരു കുറൾ എടുത്താൽ നമുക്കൊരു 10 ദിവസം ഇരുന്ന് പറയാം. അതാണ് തിരുക്കുറൾ. അതാണ് കുറളെന്ന് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു ഈരടി, അതാണ് കുറൾ. അപ്പം അങ്ങനെ ഇവരെല്ലാം കുടി സമ്പ്രദായം എന്ന് പറയുന്ന മറ്റൊരു സമ്പ്രദായത്തിൽ നിന്ന് വരും. ഈ തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു 4000 വർഷം മുമ്പ് നമ്മുടെയൊക്കെ പൂർവികന്മാർ ജാതി സമ്പ്രദായത്തിലല്ല, കുട്ടി എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ്. കുട്ടി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിതമാണ്. അപ്പം അതിൽ ഒന്നാം നിരയോ 2ാം നിരയോ ഒന്നുമില്ല. അന്തണന്മാർ എന്ന് വെച്ചാൽ വിരക്തരായിട്ടുള്ള തിരുവള്ളുവർ മാതിരി ഉള്ള ആൾക്കാർ. അടുത്തത് മറയൂറുകൾ, അതായത് അധ്യാപകർ. അടുത്തത് പുലവകൾ, പണ്ഡിതന്മാർ, ഉപദേശകർ. അടുത്തത് മന്നന്മാർ, പിന്നീട് കർഷകർ. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ മന്നന് നമ്മൾ അവൻ സംബോധന ചെയ്യുന്നത്. പക്ഷേ ഒരു പുലവരെ, ഒരു പണ്ഡിതനെ നമ്മൾ അവർ നീ സംബോധന ചെയ്യും. അപ്പോൾ വിദ്യാഭ്യാസം, വീരം, കൃഷി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാമായിരുന്നു, എല്ലാവർക്കും ഭൂമി ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അകൽച്ചയും ഇല്ലായിരുന്നു. അങ്ങനെ തെക്കേ ഇന്ത്യയിലെ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ചിദംബരം. ആ ചിദംബരത്തിൻ്റെ രഹസ്യം അറിയുക എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ചിദംബര രഹസ്യം ഇന്നും വെളിപ്പെടാത്ത ഒരു സംഗതിയാണ് ചിദംബര രഹസ്യം. അവിടെ 63 നായനാർമാരുണ്ട്. 63 നായനാർ എന്ന് വെച്ചാൽ ശിവഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ. നമ്മുടെ ശിവന്റെ അമ്പലത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നായനാർമാര് അങ്ങേയറ്റം പ്രത്യേകതയുള്ളവരാണ്. അതുകൊണ്ടാണ് ആ നായനാറുടെ കാര്യം ഇവിടെ പറയാനായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിച്ചത്. ഞാൻ വേറെ പല കാര്യങ്ങളോ പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 63 നായനാർമാരുടെ കഥയൊന്ന് പറഞ്ഞേക്കണേ എന്ന്. അപ്പോൾ 63 നായനാർമാർ, ഇവരെല്ലാം ശിവപെരുമാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തന്മാരാണ്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരാണ്. അവരില് അന്നത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ജാതിയല്ല, കുട്ടിയാണ്. തൊഴിലധിഷ്ഠിതമായി എന്ത് ജോലിയും ചെയ്യാം, ഏത് ജോലിയും ചെയ്യാം, എല്ലാ സ്വാതന്ത്ര്യവും തന്നിരുന്ന ഒരു സമയം കുട്ടി സമ്പ്രദായം. അതിൽ 63 നായനാർമാരിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? കുറവരുണ്ട്, വേടരുണ്ട്, പാണരുണ്ട്, പറയരുണ്ട്, മീനവരുണ്ട്, വേളാളുകളുണ്ട്, വേലരുണ്ട്, ഉഴവരുണ്ട്, ആയറുകളുണ്ട്, അന്തണരുണ്ട്, വാണിയറുകളുണ്ട്, ചാന്നാന്മാരുണ്ട്, ചേകോർമാരുണ്ട്, ചക്കാലന്മാരുണ്ട്, മന്നവർമാരുണ്ട്, കവികളുണ്ട്, പുലവറുകളുണ്ട്. ഒരു വല്ലാത്തൊരു സമ്പ്രദായമാണ്. വളരെ മനോഹരമായി സ്വതന്ത്രമായിട്ട് നമുക്ക് ഭഗവാനെ സ്തുതിക്കാനും ഏത് ക്ഷേത്രത്തിലും പോയി നേരിട്ട് പൂജ ചെയ്യാം. നമ്മൾ ദൂരെ ഒന്നും മാറിയിരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ബിംബം അവിടെ ഇരിക്കുന്നു, നമുക്ക് നേരിട്ട് പൂജ ചെയ്തിട്ട് പോകാം. അവിടെ സ്വതന്ത്രരായി മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു 4000 വർഷത്തിന് മുമ്പിലുള്ളത്. അവിടെയാണ് ആര് ജീവിച്ചിരുന്നത്? ഈ 63 നായനാർമാർ. അപ്പൊ നമുക്ക് ഇതിനിടയ്ക്ക് ഭഗവാന്റെ ഒരു അർദ്ധ നാരീശ്വരൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പകുതി പാർവതീ ദേവിയാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ പറയുമ്പോഴത്തേക്ക് പാർവതീ ദേവിയെ സ്തുതിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം, ഹേ
ശിവശങ്കരി എന്ന് പറയുന്നത്.